സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ എവരിവൺ, എല്ലാവർക്കും ഗൈഡയുടെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം. നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വെബിനാറിലാണ് നമുക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. CUET എന്ന് പറയുന്ന പരീക്ഷയെ പറ്റി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ കേൾക്കുന്നത് ശരിയാണ്. ഏകദേശം 70,000-ഓളം സീറ്റുകൾ 69ഓളം ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജുകളിൽ ഓഫർ ചെയ്യുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് കാര്യമായിട്ട് CUET-യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഓൾറെഡി നിങ്ങളിൽ പലരും ഇതിനു മുൻപുള്ള മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടാകും. CSAS എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് നമ്മളൊരു മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഒരുവിധ ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും, ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. എങ്കിലും ഒരിക്കൽ കൂടി അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. CUET-യുടെ പ്രൊസീജിയറിനെ പറ്റിയിട്ട് ചെറിയ രീതിയിലൊക്കെ ധാരണയുള്ള ആളുകളാകും നിങ്ങളെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ CUET എഴുതി, നമുക്ക് സ്കോർ കാർഡ് ലഭിച്ചു, അല്ലേ? ഇനി ഈ സ്കോർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളിലുള്ള നമ്മൾ പേഴ്സ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഇനി ഒരു തവണ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. അത് ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, IGNTU ആയിക്കോട്ടെ, ജാമിയ മില്ലിയ ആയിക്കോട്ടെ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയോ കേരളയോ, ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ CUET-ക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, CUET-യുടെ സ്കോർ വന്നതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഒരു തവണ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷിക്കണം. ആ രൂപത്തില് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു അഡ്മിഷൻ പോർട്ടലാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം വെബ്സൈറ്റിലുള്ള അപേക്ഷയുടെ രീതികളാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ആ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഥവാ CUET പരീക്ഷ എഴുതിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്നാമതായിക്കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും CSAS പോർട്ടൽ എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപേക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ CSAS പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. CSAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറയും. ഡൽഹിയുടെ കീഴിലുള്ള DUവിന് കീഴിലുള്ള 79ഓളം കോളേജുകളിലുള്ള ഡിഫറെന്റ് കോഴ്സസിലെ ഡിഫറെന്റ് സീറ്റുകൾ ഉണ്ടല്ലോ. ഈ എല്ലാ സീറ്റുകളിലേക്കും നമ്മുടെ നാട്ടിൽ +1 +2ന്റെ ഒക്കെ അലോക്കേഷൻ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സിംഗിൾ വിൻഡോ സംവിധാനം, ഏകജാലക സംവിധാനം. ഇതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഏകജാലക സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CSAS പോർട്ടൽ എന്ന് പറയുന്നത്. ഇനി ഈ CSAS പോർട്ടലിന് പല ഫേസിലായിക്കൊണ്ട്, പല ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് എന്ത് നടക്കുന്നത്? അപേക്ഷ നടക്കുന്നത്. അതിൽ ഒന്നാം ഘട്ടം വളരെ മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളമായി CSASന്റെ phase 1 സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ CUET-യുടെ അപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ +2ന്റെ സ്കോർ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള പെർമനന്റ് അഡ്രസ്സ്, അതുപോലെ തന്നെയുള്ള കറസ്പോണ്ടിങ് അഡ്രസ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് ആയിരുന്നു phase 1 നമ്മൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, ആ phase 1 ഇതുവരെ അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും സമയമുണ്ട്. ഓഗസ്റ്റ് 7-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DUവിന്റെ phase 1 കൂടി നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക? phase 1-ഉം phase 2-ഉം കംപ്ലീറ്റ് ചെയ്യുക. phase 1 ഓൾറെഡി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ phase 1-ൽ നമുക്ക് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ആകെ ഒരു കാര്യമാണ് നമ്മൾ കാര്യമായിട്ട് അവിടെ ശ്രദ്ധിക്കാനുള്ളത്, +2ന്റെ മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്. അഥവാ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുക ആദ്യം നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ phase 1-ൽ കയറുന്ന സമയത്ത്. അതൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ
+2 മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറയും, അഥവാ ക്ലാസ് 12 മാർക്ക് ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ സാധാരണഗതിയിൽ നോർമലി ബാക്കി യൂണിവേഴ്സിറ്റികളൊക്കെ എന്താണ് ആവശ്യപ്പെടാറുള്ളത്? +1ന്റെയും +2ന്റെയും മാർക്ക് അഗ്രിഗേറ്റ് ആയിക്കൊണ്ട് ആഡ് ചെയ്യാനാണ് ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. നിങ്ങളുടെ +2 ലിറ്ററലി +2 നിങ്ങളുടെ സെക്കൻഡ് ഇയറിലുള്ള നിങ്ങളുടെ മാർക്ക് എത്രയാണോ അത് മാത്രമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ കുറെ ഉണ്ടാകും. അത് അവസാനം നമ്മുടെ Q&A സെഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ ഫേസ് 1 ഒരുവിധം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ കുറെ ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയിൽ നിന്ന് പിന്മാറുന്നതും കുറെ ആളുകൾ മടുത്തിട്ട് പിന്മാറുന്നതും ഒക്കെ ഈ ഒരു ഘട്ടം എത്തുന്ന സമയത്താണ്. എന്താണ് അതിന് മാത്രം കുട്ടികളെ കുഴപ്പിക്കാൻ മാത്രം ഇവിടെ ഉള്ള ഒരു സംഭവം നമുക്ക് ആലോചിച്ചു. ഓക്കെ, ഇതില് ഒന്നാമതായിട്ടുള്ളത് നമുക്കറിയാം, ഓരോ യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിങ്ങൾ കെമിസ്ട്രി BSc ഹോണേഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ മാത്രം നിങ്ങളുടെ CUET-യിൽ എഴുതിയാൽ മതി. ജാമിയയിലെ ഫോറിൻ ലാംഗ്വേജസ് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, CUET-യിലെ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഡൊമൈൻ മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഇതേ സംഭവം നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനറൽ ടെസ്റ്റ് എന്നുള്ള ഡൊമൈൻ മാത്രം മതി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിന് അപേക്ഷിക്കാനും ഹിസ്റ്ററിക്ക് അപേക്ഷിക്കാനും സോഷ്യോളജിക്ക് അപേക്ഷിക്കാനും ഒക്കെ. എന്നാൽ ഇതിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏതൊരു കുട്ടിക്ക് അപേക്ഷിക്കണമെങ്കിലും ഏറ്റവും മിനിമം ആ കുട്ടി എന്ത് ചെയ്തിരിക്കണം, ഒരു ലാംഗ്വേജ് എങ്കിലും എഴുതിയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ലിസ്റ്റ് എയിൽ നിന്നുള്ള 1Aയിൽ നിന്നോ 1Bയിൽ നിന്നോ ഉള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമേ അല്ല. ഇതാണ് ഫസ്റ്റത്തെ ക്രൈറ്റീരിയ. അത് ചില കോഴ്സുകളിലേക്ക് വരുമ്പോൾ അത് ഇംഗ്ലീഷ് നിർബന്ധമാകും, ചിലതിലേക്ക് അത് ഹിന്ദി നിർബന്ധമാകും, ചിലതിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതായിരിക്കും. ഇങ്ങനെ ഓരോ കോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് ഒരു കുട്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ, പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് CUET-യിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ഡൊമൈനുകൾ നിങ്ങൾ +2-ൽ പഠിച്ചതായിരിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരാൾ പൊളിറ്റിക്കൽ സയൻസ് ഡൊമൈനിന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമായിട്ടും അവൻ +2-ൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ ഡൊമൈനുകളായിരിക്കും. എന്നാൽ അവൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന ഡൊമൈന് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതണം എന്ന് യാതൊരു നിർബന്ധമല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഇല്ലുസ്ട്രേറ്റീവ് ചാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, സ്ക്രീന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ആരെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ക്രൈറ്റീരിയ പറയുന്ന ഒരു കോഴ്സാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് പറഞ്ഞു തന്നുകൊണ്ട് തുടങ്ങും. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറയുന്ന BA ഓണേഴ്സ് എക്കണോമിക്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സെക്ഷൻ 1Aയിൽ നിന്നുള്ള ലിസ്റ്റ് Aയിൽ നിന്നുള്ള ഒരു ലാംഗ്വേജ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിന് പുറമെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എന്ത് ചെയ്യണം, ആ കുട്ടി നിർബന്ധമായിട്ടും അവന്റെ CUET പരീക്ഷയിൽ അപ്പിയർ ചെയ്തിരിക്കണം. ഇതിന് പുറമെ ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത് അല്ലെ, ലിസ്റ്റ് Aയിൽ നിന്നുള്ള ഒരു ലാംഗ്വേജും പ്ലസ് ഒരു മാത്തമാറ്റിക്സ് എന്നുള്ള ഒരു ഡൊമൈനും. ഇതിനു പുറമെ എനി 2 സബ്ജക്ട്സ് ഔട്ട് ഓഫ് വിച്ച് 1 ഷുഡ് ബി ഫ്രം ലിസ്റ്റ് B1. അതിനു പുറമെ 2 ഡൊമൈന് കൂടി എന്ത് ചെയ്യണം, 2 സബ്ജക്റ്റ് കൂടി എന്ത് ചെയ്യണം, ആ കുട്ടി നിർബന്ധമായിട്ടും അപ്പിയർ ചെയ്യണം. അതിലൊന്ന് എവിടെ നിന്നായിരിക്കണം, B1-ൽ നിന്നുള്ള ലിസ്റ്റ് B1-ൽ നിന്നുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി നോക്കും. പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റി എന്താണെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞു. നമ്മൾ CUET-ക്ക് മുൻപ് അത് കണ്ട് മനസ്സിലാക്കി. അങ്ങനെ ആ കുട്ടി CUET-യിൽ എഴുതിയതാണ് ഈ പച്ച കളറിൽ ഇപ്പൊ ഞാൻ മൗസ് കാണിക്കുന്ന ഈ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അതാ ഈ പാർട്ടിൽ കാണുന്നത്.
ഇതൊക്കെയാണ് ആ കുട്ടി എന്ത് ചെയ്തത്, CUET-യിൽ എഴുതിയത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എഴുതി, മാത്തമാറ്റിക്സ് എന്നുള്ള ഒരു ഡൊമൈൻ എഴുതി, എക്കണോമിക്സ് എഴുതി, അക്കൗണ്ടൻസി എഴുതി, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡൊമൈനും എഴുതി. ഇതിന് ശേഷം CUET-യുടെ സ്കോർ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, CUET-യുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ അപേക്ഷ കൊടുക്കുകയാണ് എന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും നിങ്ങൾ അവിടെ കാണുന്നത്. വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ വെബ്സൈറ്റിൽ കാണാൻ കഴിയുക. ഓക്കെ, സെക്കൻഡ് ഫേസിന്റെ അപേക്ഷയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് ഹോമിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫേസ് 1ഉം അതേപോലെ തന്നെ ഫേസ് 2ഉം കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ഫേസ് 2ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഓക്കെ, ആ ഇന്റർഫേസിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ +2ലെ മാർക്ക് കൊടുത്തതായിട്ട് അവിടെ കാണാൻ പറ്റും. തിയറിക്ക് ഇത്രയാണ്, ഇങ്ങനെ ഓരോ നിങ്ങൾ എത്രയാണോ ആഡ് ചെയ്തിട്ടുള്ള അത്രയും മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിൽ മിനിമം നിങ്ങൾ 5 ഡൊമൈനിന്റെ, നിങ്ങൾ +2ൽ പഠിച്ചിട്ടുള്ള 5 എണ്ണത്തിന്റെങ്കിലും മാർക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇനി അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ക്ലാസ് 12th ഡീറ്റെയിൽസ് എന്ന് കാണാൻ കഴിയും. അതെടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ പറയുന്ന ക്രൈറ്റീരിയ ആവശ്യപ്പെടുന്ന ഡൊമൈൻസ് ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങളുടെ മാർക്കുകൾ, +2ന്റെ മാർക്കുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ മാപ്പ് യുവർ CUET ടെസ്റ്റ് പേപ്പർ വിത്ത് സബ്ജക്ട് സ്റ്റഡീഡ് അറ്റ് ക്ലാസ് 12 എന്ന് കാണാം. ഈ സബ്ജക്ട് മാപ്പിംഗ് എന്ന് പറയുന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷന്റെ പോർട്ടലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ സബ്ജക്ട് മാപ്പിംഗ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ സബ്ജക്ട് മാപ്പിംഗിൽ ഇപ്പൊ നിങ്ങൾ ഈ പർട്ടിക്കുലർ ആൾ എഴുതിയിട്ടുള്ളത് എക്കണോമിക്സും അതുപോലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഡൊമൈനും പൊളിറ്റിക്കൽ സയൻസും ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഡൊമൈൻസ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ്, ഉറുദു, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോളജി, ഇത് നിങ്ങൾക്ക് ഈ മുകളിൽ കൊടുത്ത അതേ ഡൊമൈൻസുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. ഇയാൾ +2ൽ എഴുതിയ അതേ ഡൊമൈനുകൾ മാത്രമേ അയാൾക്ക് എവിടെ കാണാൻ കഴിയുള്ളൂ, ഈ പറഞ്ഞ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ കാണാൻ പറ്റൂ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ +2ൽ പഠിച്ച ഡൊമൈൻസ് ഏതാണോ അത് മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, സോ അയാൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഡൊമൈൻ അയാൾ +2ൽ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത് അയാൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എക്കണോമിക്സ് അയാൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് എക്കണോമിക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള എക്കണോമിക്സ് അയാൾ പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഹിസ്റ്ററി അയാൾ പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ സയൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് അയാൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ല, ഒരു കുട്ടി ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഒരാൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലീഗൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, +2ൽ പഠിച്ചിട്ടുണ്ട്. പകരം അയാൾ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, CUET-ൽ എഴുതിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം. സോ അയാൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു റീജിയൻ ഉണ്ടാവുമല്ലോ, ഇവിടെ അയാൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നും അയാൾ എന്ത് സെലക്ട് ചെയ്താലും മതി, സോഷ്യോളജി എന്നുള്ളതിന് പകരം സോഷ്യൽ വർക്ക് എന്നുള്ള അയാള് +2ൽ പഠിച്ചിട്ടുള്ള ഡൊമൈൻ എന്ത് ചെയ്താൽ മതി, അയാൾ ചൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എന്നാൽ സോഷ്യൽ വർക്ക് എന്നുള്ള ഡൊമൈൻ എവിടെ ലഭ്യമല്ല, CUET-ൽ അവൈലബിൾ അല്ല. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു മദർ ബ്രാഞ്ച് അല്ലെങ്കിൽ അതിനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബ്രാഞ്ച് എന്നുള്ള നിലക്ക് നമ്മൾ ഏതാണ് CUET-ൽ എഴുതിയിട്ടുണ്ടാവുക, സോഷ്യോളജി എന്നുള്ള ഡൊമൈൻ ആണ്. സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റ് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ CUET ടെസ്റ്റ് പേപ്പറിൽ അയാളുടെ ഏത് ഡൊമൈൻ കാണും, ഇടയ്ക്കൊന്ന് കട്ടായി പോയോ, സോറി, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ?
ഹലോ, ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് ഇതുവരെ കേട്ടു എന്നൊന്ന് പറയോ? നമ്മളിപ്പോ എന്തോ എടുത്തു കഴിഞ്ഞാലും മറ്റേ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ, അതുവരെ കേട്ടിട്ടുള്ളൂ. സോറി സോറി കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന ഒന്നുകൂടി പറയാം. എനിക്ക് തോന്നുന്നു റേഞ്ച് ഇഷ്യൂസ് നല്ലോണം കളിക്കുന്നുണ്ട്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം പറയാണ്. ചില കുട്ടികളുടെ പ്ലസ് ടുവിലുള്ള അവരുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? സോഷ്യൽ വർക്ക് ആയിരിക്കും. എന്നാൽ CUT-യിൽ നിങ്ങൾക്ക് എന്ത് അവൈലബിൾ അല്ല? സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എഴുതാൻ എന്തല്ല അവൈലബിൾ അല്ല, അല്ലെ? സ്വാഭാവികമായിട്ടും ആള് ഇതിലേക്ക് പോകുന്ന സമയത്ത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്ലസ് ടുവിൽ പഠിച്ച ഡൊമൈൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പം സോഷ്യൽ വർക്ക് എന്നൊരു ഡൊമൈൻ CUT-യിൽ ഇല്ലതാനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് ടുവിൽ പഠിച്ചത് കൊടുക്കുമാണ്. അവിടെ നമുക്കുള്ള ഒരു ഇളവാണ്, നമുക്കുള്ള ഒരു റിലാക്സേഷൻ ആണ് എന്ത്, അതിനേറ്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡൊമൈൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ബയോ കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം, ബയോളജി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കെമിസ്ട്രി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബയോടെക്നോളജി ഉള്ള ഡൊമൈൻസ് CUT-യിൽ അപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഡൊമൈനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡൊമൈൻ എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലെ നിങ്ങളുടെ ഡൊമൈൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ ഐ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഡൺ ദ കറക്റ്റ് ക്ലാസ് 12 സബ്ജക്ട് മാപ്പിംഗ് വിത്ത് CUT പേപ്പേഴ്സ്. അഥവാ CUT-യിലെ പേപ്പറുമായിട്ട് കറക്റ്റ് ആയിട്ട് മാപ്ഡ് ആവുന്ന സബ്ജക്ട്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ ചില ആൾക്കാർ ജിയോളജി എഴുതിയിട്ടുണ്ടാവും. ജിയോളജി എന്നുള്ള പേപ്പർ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എന്നുള്ള പേപ്പർ അയാൾ എഴുതിയിട്ടുണ്ടാകും. എന്നാൽ പ്ലസ് ടുവിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ജിയോളജി എന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും. അപ്പം വെറുതെ ഒരാവശ്യമല്ലാതെ എന്ത് ചെയ്യരുത്, തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത സബ്ജക്ട്സ് കൊണ്ടുപോയിട്ട് മാപ്പ് ചെയ്യരുത്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറഞ്ഞ ഡൊമൈൻസും സംഭവങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് മാർക്ക് മാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ പ്രോഗ്രാം എലിജിബിലിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മൾ യെസ് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രോഗ്രാം എലിജിബിലിറ്റിയിലേക്ക് നിങ്ങൾ പോകും. പ്രോഗ്രാം എലിജിബിലിറ്റിയിലേക്ക് നിങ്ങൾ നോക്കി നോക്കൂ. നിങ്ങൾ എഴുതിയിട്ടുള്ള ഡൊമൈൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രോഗ്രാംസിന് അപേക്ഷിക്കാൻ പറ്റുമോ അത്രയും പ്രോഗ്രാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, കാരണം നിങ്ങൾ ഇതുവരെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, യാതൊരുവിധ പ്രോഗ്രാംസും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏതൊക്കെ പേപ്പറാണോ എഴുതിയത് അത് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്തു, നിങ്ങളുടെ സ്കോർ, CUT-യുടെ സ്കോർ വരെ ഇവിടെ എന്ത് ചെയ്തു, ഓട്ടോ ഇന്റഗ്രേഷൻ നടന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത്, പ്രോഗ്രാം എലിജിബിലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്ട് മാപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ആണ്. അതിൽ നിങ്ങളുടെ CUT പേപ്പർ ഇവിടെ കാണാൻ കഴിയും. അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ പേപ്പർ ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ജനറൽ ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്ലസ് ടുവിൽ പഠിച്ചിട്ടില്ല. സോ അവിടെ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുക, പ്രോഗ്രാം എലിജിബിലിറ്റി. ആ പ്രോഗ്രാം എലിജിബിലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ CUT-യുടെ സ്കോർ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. NTAന്റെ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്തോളൂ, ഓട്ടോമാറ്റിക്കായി ഫെച്ച് ചെയ്തോളൂ. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെതാ പ്രോഗ്രാം സ്പെസിഫിക് CUT സ്കോർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ സബ്ജക്ട് മാപ്പ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോ BCom എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഈ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് 635 സ്കോറാണ് കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് 800-ൽ. അതെങ്ങനെയാണ് വന്നത് നോക്കി നോക്കൂ. ഇവിടെ CUT-യുടെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്, ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഒരാൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BCom കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത്, 2-3 കോമ്പിനേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോമ്പിനേഷൻ 1? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B1, എനി 1 ഫ്രം ലിസ്റ്റ്, അതിന് പുറമെ B1-ൽ നിന്നോ B2-ൽ നിന്നോ ഉള്ള ഒരു സബ്ജക്ട് കൂടി. ഓക്കെ, ആ ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ കണ്ട് ലാംഗ്വേജ് 1 എടുത്തിട്ടുണ്ട്,
പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന B1 നിന്നുള്ളത്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നുള്ള B1 നിന്നുള്ളത്, B1 നിന്നോ B2 നിന്നാണല്ലോ അടുത്തത്, B1 നിന്ന് തന്നെയുള്ള എക്കണോമിക്സ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 4 കൂട്ടിയിട്ടുള്ള ഇയാളുടെ സ്കോർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇയാൾ പൊളിറ്റിക്കൽ സയൻസിന് പുറമെ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഈ സെയിം ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈൻ കൂടി എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ സ്കോർ ഒരു 130 ഉള്ളൂ എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അത് ഇവിടെ എന്ത് ചെയ്യൂല, കാൽക്കുലേറ്റ് ചെയ്ത് വരൂല. കാരണം ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. എത്ര വന്നത്, 145ഉം 176ഉം 162ഉം 152ആണ് പരിഗണിച്ചത്. സോഷ്യോളജിക്ക് അയാൾക്ക് ചിലപ്പോൾ എത്ര ഉണ്ടാവുകയുള്ളൂ, 130 ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലിയ ടോട്ടൽ എന്ത് ചെയ്യൂല, എത്തൂല. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മാപ്പ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, അത് നമുക്ക് ആശ്വാസമുള്ളതാണ്. അത് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വന്നോളും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഈ നമ്മൾ എഴുതിയ ഡൊമൈൻസ് വെച്ച് നമുക്ക് ഏതൊക്കെ പ്രോഗ്രാം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്നതായിട്ട് കാണാം. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ സ്കോറും എന്ത് ചെയ്യും, ഇവിടെ വന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ രൂപത്തിലായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ഫേസിലുള്ള നിങ്ങളുടെ ഒരു ഇതിൽ കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് BSc ബോട്ടണി എന്ന് പറയുന്ന ഡൊമൈൻ, ഇതിൽ നമ്മുടെ മിനിമം എലിജിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ അപേക്ഷിക്കാൻ പറ്റൂല എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, മിനിമം എലിജിബിലിറ്റി കണ്ടീഷൻസ് നോട്ട് സാറ്റിസ്ഫൈഡ്, യു ഹാവ് നോട്ട് സെലക്ടഡ് ഓർ അപ്പിയർഡ് ഇൻ റെലവന്റ് ടെസ്റ്റ് പേപ്പേഴ്സ് റിക്വയർഡ് ഫോർ ദ പ്രോഗ്രാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങൾ അത് ചൂസ് ചെയ്തിട്ടില്ല, സബ്ജക്ട് മാപ്പിങ്ങിന്റെ സമയത്ത് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് റെക്ടിഫൈ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ CUT-യിൽ അപ്പിയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. ഈ രൂപത്തിലായിരിക്കും നിങ്ങളുടെ രണ്ടാമത്തെ ഫേസിലുള്ള ഒരു എന്ത് കാണുക, പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ കാണാൻ കഴിയുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിന് ശേഷം അടുത്തൊരു സ്റ്റേജിലേക്ക് പോവല് നമ്മുടെ പ്രിഫറൻസ് സെലക്ഷൻ ആണ്. ഇതാണ് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഏത് കോളേജിലേക്ക് പോകണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ you have 1110 അവൈലബിൾ പ്രിഫറൻസസ്. അഥവാ ഈ പറഞ്ഞ പെർട്ടിക്കുലർ വ്യക്തി എഴുതിയിട്ടുള്ള ഡൊമൈൻസ് വെച്ചുകൊണ്ട്, പേപ്പേഴ്സ് വെച്ചുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1110 പ്രിഫറൻസുകൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ചാൻസുകൾ എന്തുണ്ട്, അയാൾക്കുണ്ട്. അയാൾക്ക് BA പ്രോഗ്രാം അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പ്ലസ് അപ്ലിക്കേഷൻസിലേക്ക് അപേക്ഷിക്കാം. BA പ്രോഗ്രാം ഏതിലേക്ക് അപേക്ഷിക്കാം, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പ്ലസ് എക്കണോമിക്സിലേക്ക് അപേക്ഷിക്കാം. ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ BA പ്രോഗ്രാം ബംഗാളി പ്ലസ് എക്കണോമിക്സിലേക്ക് അപേക്ഷിക്കാം. അതൊക്കെ ഏത് കോളേജിലാണെന്നും അതിന് അഗൻസ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. സാക്കിർ ഹുസൈനിലേക്ക് കൊടുക്കാം. ഇനി ഹൻസ്രാജ് കോളേജിലുള്ള BA പ്രോഗ്രാം കൊമേഴ്സ് പ്ലസ് എക്കണോമിക്സിന് വേണമെങ്കിൽ അവിടെ അപേക്ഷിക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഈ 1110 എണ്ണം നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ മുകളിൽ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഈ കുട്ടി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഡൊമൈനാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഡൊമൈനാണെന്ന് വിശ്വസിക്കുക. സോ അവിടെ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു, അതിന് അപ്ലൈ ഫിൽട്ടർ കൊടുത്തു. അപ്പൊ ഇവിടെ 46 അവൈലബിൾ പ്രിഫറൻസുകൾ വന്നു. 46 അവൈലബിൾ പ്രിഫറൻസുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അയാൾ കൊടുത്തിട്ടുള്ള അയാളുടെ ഡൊമൈൻ വെച്ചിട്ട് പൊളിറ്റിക്കൽ സയൻസ്, ആര്യഭട്ട കോളേജിൽ അയാൾക്ക് പൊളിറ്റിക്കൽ സയൻസിന് അപേക്ഷിക്കാം, ഭാരതി കോളേജിൽ അപേക്ഷിക്കാം, ദൗലത് റാമിൽ അപേക്ഷിക്കാം, ദേശബന്ധുവിൽ അപേക്ഷിക്കാം. ഇങ്ങനെ താഴെ പോകുന്ന സമയത്ത് ഹിന്ദു കോളേജിൽ അപേക്ഷിക്കാം. ഈ രൂപത്തിൽ ജീസസ് ആൻഡ് മേരി, കാളിന്തി, കമലാ നെഹ്റു, കിരോരുമൾ, ഇങ്ങനെ ഓരോ കോളേജിലും അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കൊടുത്തത് കാണാം. ഇങ്ങനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇനി ചില ആളുകൾ കോഴ്സ് ആവില്ല ഫിൽട്ടർ ചെയ്യുക, ചില ആളുകൾക്ക് കോളേജ് ആയിരിക്കും എന്തുണ്ടാവുക, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ കോളേജിന്റെ പേര്, ഇപ്പൊ ഒരാള് മിറാൻഡ ഹൗസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മിറാൻഡ ഹൗസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മിറാൻഡ ഹൗസിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്ലൈ ഫിൽട്ടർ കൊടുത്താൽ മിറാൻഡ ഹൗസിലെ 41 കോഴ്സുകൾക്ക് 41 പ്രിഫറൻസുകൾക്ക് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ താഴെ നമ്മുടെ അവൈലബിൾ പ്രിഫറൻസ് ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ നമ്മളുടെ പ്രിഫറൻസുകളെ ഇവിടെ നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. ഇനി
ഇനി ഞാൻ ഒരാളുടെ ഒരു ഉദാഹരണത്തിന് ഒരാളെ കേസ് എടുക്കുകയാണ്. ഈ പറഞ്ഞ കുട്ടി ആഗ്രഹിക്കുന്നത് ഹിസ്റ്ററിയാണ് പ്രൈമറി ആയിട്ട് ആഗ്രഹിക്കുന്നത്, സെക്കൻഡറി ആയിക്കൊണ്ട് പൊളിറ്റിക്കൽ സയൻസുമാണ്. സോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഡൊമൈന് ഫസ്റ്റ് അയാൾക്ക് വേണ്ടത് മിറാണ്ട ഹൗസ് എന്ന് പറഞ്ഞ കോളേജിലാണെങ്കിൽ അയാൾ മിറാണ്ട എന്ന് പറഞ്ഞ കോളേജ് സെലക്ട് ചെയ്തു, അപ്ലൈ ഫിൽറ്റർ കൊടുത്തു. അതിൽ ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി എന്നുള്ള ഡൊമൈന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. മിറാണ്ട ഹൗസിലുള്ള ബി ഓണേഴ്സ് സോഷ്യോളജി, സംസ്കൃതി, ഫിലോസഫി, ഹിസ്റ്ററി എന്നുള്ള ഡൊമൈൻ ഇത് അവിടെ കണ്ടു. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ടു ദ ടോപ്പ് കൊടുക്കാണ്. അപ്പൊ ഇത് അവിടെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, നമ്മൾ ആഡ് കൊടുത്തപ്പോ ആ പ്രിഫറൻസ് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തു, ആഡ് ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി അതിന് ശേഷം അയാൾക്ക് വേണ്ടത് ഇംഗ്ലീഷാണ്. രണ്ടാമതായിട്ട് അയാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷാണ്. സോ അയാൾ എന്ത് ചെയ്യാണ്, ഇത് അവിടെ ബി എ ഓണേഴ്സ് ഇംഗ്ലീഷ് എന്നുള്ള മിറാണ്ടയിലെ കോഴ്സ് ഇവിടെ എന്ത് ചെയ്യാണ്, ആഡ് ടു ദ ടോപ്പ് കൊടുക്കണം. ഇത് ആഡ് ടു ദ ടോപ്പ് കൊടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഹിസ്റ്ററിയുടെ മുകളിലായിട്ട് വന്നത്. ഇനി അതിന് പകരം ഞാനത് റിമൂവ് ചെയ്തു. ഓക്കെ, ഞാൻ ആ കോഴ്സ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ആഡ് ടു ദ ബോട്ടം കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഹിസ്റ്ററിയുടെ താഴെ ആയിക്കൊണ്ട് അത് അലൈൻ ചെയ്ത് വരികയാണ്. ഇനി ഇത് രണ്ടും അയാൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് അത് റിമൂവ് ചെയ്യാനും കഴിയും. ഓക്കെ ആണല്ലോ, ഈ രൂപത്തിലാണ് നിങ്ങൾ പ്രിഫറൻസുകൾ ആഡ് ചെയ്യേണ്ടത്. ഇനി ഈ മിറാണ്ടയിലെ ഇംഗ്ലീഷിന് ശേഷം അയാൾക്ക് വേണ്ടത് ഹിന്ദുവിലെ ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കാം. ഹിന്ദു കോളേജിൽ ഓഫർ ചെയ്യുന്ന ബി ഓണേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സാണ് അയാൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നമ്മൾ ഹിന്ദു കോളേജിൽ നിന്ന് ഫിൽട്ടർ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ താഴെ വരുന്ന സമയത്ത് ഇത് ബി ഓണേഴ്സ് ഇംഗ്ലീഷ് ഹിന്ദു എന്ന് കണ്ടു. അത് അയാൾക്ക് ഫസ്റ്റ് ആയിട്ട് വേണം, മിറാണ്ടന്റെ മുകളിൽ വേണം. സോ ആഡ് ടു ദ ടോപ്പ് കൊടുക്കുക, അവിടെ എന്ത് ചെയ്യും, കോഴ്സ് വരും. ഇതിന് ശേഷം LSRലുള്ള ലേഡി ശ്രീറാം കോളേജിലുള്ള ഈ ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, LSR എന്ന് കൊടുത്തിട്ട് ഫിൽറ്റർ കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, LSRലുള്ള ഇംഗ്ലീഷ്, ഇതാ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ കാണാൻ കഴിയും. അത് ആഡ് ടു ദ ബോട്ടം ആണ്, താഴേക്കാണ് എന്ത് ചെയ്തത്, ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ തോന്നാണ് ഇത് താഴെയല്ല വരേണ്ടത്, മിറാണ്ടന്റെ മുകളിൽ എന്ത് ചെയ്യണം, എനിക്ക് LSRൽ ഇംഗ്ലീഷ് വരണം തോന്നുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് അപ്പ് കൊടുത്താൽ മതി. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, അത് അവിടെ റാങ്കിങ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കോഴ്സുകളുടെ പ്രിഫറൻസുകൾ, കോളേജുകളുടെ പ്രിഫറൻസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാട്ടോ, എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും, എത്ര പ്രിഫറൻസുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുശേഷം എത്ര എണ്ണം കൊടുത്താലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ ഇവിടെ ഈ പറഞ്ഞ സേവ് ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ സേവ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ സേവ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കോഴ്സുകൾ അവിടെ ആയിട്ട് കിടക്കുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് CSAS ഫേസ് 2വുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഫേസ് 2വുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിങ്ങൾക്കുള്ള സംശയങ്ങളും സംഭവങ്ങളും ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തർക്കായിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഹാദിക്കാക്ക, ഞാൻ ചോദിക്കട്ടെ? ആ, പറ. അതില്ലേ, ഞാന് +2 സോഷ്യോളജി പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സോഷ്യോളജി CUT എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എക്കണോമിക്സ് എഴുതിയിട്ടില്ല, പകരം സോഷ്യോളജിയാണ് എടുത്തത്. പക്ഷെ ഞാൻ +2 പഠിക്കാത്ത കാരണം മറ്റേ CUT സ്കോർ കാർഡും മറ്റേ +2 എന്തോ ആ സംഭവം പറഞ്ഞില്ലേ, അതിൽ ഞാൻ സോഷ്യോളജി അപ്പൊ എന്താ ചെയ്യേണ്ടത്, നോട്ട് അപ്ലിക്കബിൾ എന്നാണോ കൊടുക്കേണ്ടത്? അതെ, നിങ്ങൾ സോഷ്യോളജി +2 എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണം. ഓക്കെ, ഇതില് ഫീസ് എങ്ങനെ അടയ്ക്കേണ്ടത്, ഇതില് ഫീസ് അടയ്ക്കാൻ പ്രത്യേക ലിങ്ക് വല്ലതും ആദ്യത്തെ സംസാരിക്കണേ കുറച്ച് നോർക്കാൻ സംസാരിക്കണം, കേൾക്കണില്ല. ഫീസ് അടയ്ക്കണമെങ്കിൽ ഇതില് പ്രത്യേക ലിങ്ക് വല്ലതും വരും ഫേസ് 2 ചെയ്ത് കഴിയുമ്പോൾ, ആപ്ലിക്കേഷൻ ഫീസ്? ആദ്യത്തെ പറയണ ഓഡിബിൾ ആണല്ലോടാ, ഭയങ്കര ഫീബിൾ ആണ് നിങ്ങളെ വോയിസ്. ആപ്ലിക്കേഷൻ ഫീസ് എങ്ങനെ അടയ്ക്കണ്ടേ, പ്രത്യേക ലിങ്ക് വല്ല വരൂ? അപ്ലിക്കേഷൻ ഫീസ് അടക്കാൻ നിങ്ങൾക്ക് പോർട്ടലിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ CSASന്റെ ഫേസ് 1 അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഫേസ് 1 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും,
പേയ്മെന്റ് കൂടി നടത്തിയാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഘട്ടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവിടെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും കേട്ടോ. പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ടാകും. ജനറൽ, OBC, EWS കാറ്റഗറിക്കൊക്കെ 250 രൂപയാണ് ഫീ വരുന്നത്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലേക്ക് വരുന്ന PWBD കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീ വരുന്നത്. സോ അധികം ഫീ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇഷ്ടം പോലെ സീറ്റുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് റാങ്കിങ് നോക്കുന്ന സമയത്തും ബെസ്റ്റ് 10ൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇഷ്ടംപോലെ കോളേജുകൾ ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിക്കൊണ്ട് റാങ്ക് ചെയ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ എന്ത് വില കൊടുത്തിട്ടും ഏത് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടില്ലെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, phase 1 ചെയ്ത് കഴിഞ്ഞായിരുന്നു. phase 2 ചെയ്ത് കഴിഞ്ഞപ്പോ സബ്മിറ്റ് കൊടുത്തപ്പോ ഇങ്ങനെ വന്നത് ഫീസ് എന്തടയ്ക്കണോ? ഫേസ് 2 ഫീസ് കൊടുക്കാനുള്ള ഒരു സംഭവം വരില്ലല്ലോ. അങ്ങനെ വേറെ ആർക്കെങ്കിലും ഫേസ് 2 ഫീസ് അടക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നവരുണ്ടോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി ഒന്ന് DM ചെയ്യണേ, നമുക്ക് സോൾവ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഏഴാം തീയതി വരെയാണ് ഇതിന്റെ ഒരു ഡേറ്റ് കിടക്കുന്നത്. ജസ്റ്റ് അതിന്റെ ഷെഡ്യൂൾ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഏത് സമയത്താണ് നിങ്ങളുടെ പ്രൊസീജിയർ നടക്കുക എന്നുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷന്റെ ഷെഡ്യൂൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഈ പറയുന്ന ഇന്നിപ്പോ 4-ാം തീയതി ആയില്ലേ, ഇന്ന് രാത്രി എത്ര മണി വരെയാണ്? 11:59 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നടത്താനുള്ള സമയം എന്ന് പറയുന്നത് ഇന്ന് രാത്രി 11 മണി വരെയാണ്. 11:59 വരെയാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് കറക്ഷൻ നടത്തുക? phase 1 ഓൾറെഡി അപ്ലൈ ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഹോം പേജ് അവിടെ വന്നിട്ടുണ്ടാകുക. ഇതുപോലെ phase 1 ഉണ്ടാകും. അതിന് താഴത്ത് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്, അഥവാ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു 1 ടൈം ഫെസിലിറ്റി ആണ്. 1 ടൈം ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. ഒന്നിലധികം തവണ നിങ്ങൾക്ക് കറക്ഷൻ നടത്താൻ പറ്റൂല. അപ്പോൾ ഒരു തവണ കയറുമ്പോൾ തന്നെ എന്തൊക്കെ കറക്ഷൻസ് ഉണ്ട് എന്നുള്ളത് മാക്സിമം മനസ്സിലാക്കി അതൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ലഭിക്കുന്നതല്ല. ഓക്കെ, സോ കറക്ഷൻ വിൻഡോ ഇന്ന് രാത്രി 11:59 വരെ ഉള്ളൂ. അപ്പോഴേക്കും എന്ത് ചെയ്യും, കറക്ഷൻ വിൻഡോ കഴിയും. അതിന് മുൻപായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറക്ഷൻ വിൻഡോ യൂസ് ചെയ്യേണ്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പ്രിഫറൻസ് ഫില്ലിങ്ങിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ കഴിയും. ഓഗസ്റ്റ് 7-ാം തീയതി വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 7-ാം തീയതി വൈകുന്നേരം 4:59 വരെയാണ് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ള phase 2 സമയം എന്ന് പറയുന്നത്. ഈ phase 2 കൂടെ തന്നെ phase 1 കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും phase 1 ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ അവർക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം phase 1 ഇപ്പൊ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറക്ഷൻ ഉള്ളവർ, ഓൾറെഡി ചെയ്ത് കറക്ഷൻ ഉള്ളവർ ഇന്ന് രാത്രി 11:59 മുൻപായിക്കൊണ്ട് എന്ത് ചെയ്യുക, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, 9-ാം തീയതി ആകുമ്പോൾ ഫ്രൈഡേ, വെള്ളിയാഴ്ച, ഈ മാസം 9-ാം തീയതി നിങ്ങളുടെ പ്രിഫറൻസുകൾ എന്ത് ചെയ്യും, ഓട്ടോ ലോക്ക് ആവും. അഥവാ നിങ്ങൾ ബാക്കി എത്ര സബ്മിറ്റ് ചെയ്താലും, ഇപ്പൊ നേരത്തെ ആണ് പ്രിഫറൻസുകൾ കൊടുക്കുന്നത് കാണിച്ചു അല്ലെ, എന്നിട്ട് സേവ് ചെയ്തിട്ട് പുറത്ത് പോകണം എന്ന് ഞാൻ പറഞ്ഞു. സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തതൊക്കെ വെറുതെ ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾ അവിടെ സബ്മിറ്റ് അടിച്ച് മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് പിന്നെയും തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാം, പ്രിഫറൻസുകൾ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, റീഓർഡർ ചെയ്യാം. 7-ാം തീയതി വരെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതിനുശേഷം 9-ാം തീയതിയാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസുകളെല്ലാം CSAS പോർട്ടൽ എന്ത് ചെയ്യും, ഓട്ടോ ലോക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല,
എല്ലാവിധ ഫെസിലിറ്റീസും ഈ പറഞ്ഞ റിമൂവലോ അഡീഷനോ അല്ലെങ്കിൽ റീഓർഡറിംഗ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല. പിന്നീട് സംഭവിക്കാൻ പോണത് 11-ാം തീയതി എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റാങ്ക് ലിസ്റ്റ് വരും. സ്റ്റിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മള് ട്രയൽ അലോട്ട്മെന്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഒരു ഏകദേശ ധാരണ തരികയാണ് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിന് ലഭിക്കും ഈ സ്കോർ വെച്ചുകൊണ്ട് എന്നുള്ള ഒരു ഏകദേശ ധാരണ തരാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ ആണ് ഇത് സ്റ്റിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ പോയി കഴിഞ്ഞാൽ 11-ാം തീയതിയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏതൊക്കെ കിട്ടും, എത്രാമത്തെ പ്രിഫറൻസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് ഈ സ്കോർ വെച്ചിട്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പ്രിഫറൻസ് ചേഞ്ച് വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തരും. അഥവാ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള പ്രിഫറൻസുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഓർഡർ ചെയ്യാനോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് 11-ാം തീയതി 11:59 വരെ, അഥവാ എന്നാണോ സ്റ്റിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നത് അന്ന് രാത്രി 11:59 തൊട്ടിട്ട് അടുത്ത ദിവസം 5 മണി തൊട്ടിട്ട് അടുത്ത ദിവസം 12-ാം തീയതി 11:59 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിനുള്ള സമയം കിട്ടും. ആൻഡ് ഡിക്ലറേഷൻ ഓഫ് ഫസ്റ്റ് സീസാസ് അലോക്കേഷൻ ലിസ്റ്റ് വരുന്നത് ഈ മാസം 16-ാം തീയതിയാണ്. അപ്പം നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വരാൻ പോകുന്ന ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 ഈ ഓഗസ്റ്റ് 16-ാം തീയതി നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് തൊട്ടിട്ടുള്ള സമയത്ത് നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ടിരിക്കണം. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് അലോക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മുടെ 20-ാമത്തേതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം 30-ാമത്തേതായിരിക്കാം, 35-ാമത്തേതായിരിക്കാം, 49-ആയിരിക്കാം, എത്രയോ ആയിക്കോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടതായിക്കോട്ടെ ഇഷ്ടമല്ലാത്തതായിക്കോട്ടെ ഏതാണെങ്കിലും ആദ്യത്തെ അലോക്കേഷനിൽ നമുക്ക് കിട്ടുന്ന സീറ്റ് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 18-ാം തീയതി വൈകുന്നേരം 4:59 വരെയാണ്. അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ചോദിക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഒരു റൗണ്ടിലും നിങ്ങളെ പരിഗണിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡൽഹി യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റിന് ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് വേണ്ട. അപ്പം നിങ്ങൾക്ക് ആ സീറ്റ് വേണ്ട എന്നാണ് നിങ്ങളുടെ ആഗ്രഹം മനസ്സിലുള്ളിലുള്ളത് എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നോർമലി ആ സീറ്റ് ഇഷ്ടമല്ലാത്തതാണെങ്കിലും വാങ്ങണം. എന്നിട്ട് അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ ഫീ അടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അങ്ങനെ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഫേസ് അല്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് ഓഫ് അഡ്മിഷൻ എപ്പോഴാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. സെക്കൻഡ് ഫേസ് എപ്പോഴാണ് ഡേറ്റ് വരുന്നിട്ടുള്ളത് ഓഗസ്റ്റ് 22-ാം തീയതിയാണ് എന്ത് ചെയ്യുക സെക്കൻഡ് റൗണ്ട്. ഇപ്പൊ ആദ്യത്തെ ഒരു റൗണ്ടിന് ശേഷം എത്ര സീറ്റ് വേക്കന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യും ഓഗസ്റ്റ് 22-ാം തീയതി നമുക്ക് കാണാൻ കഴിയും. ഡിസ്പ്ലേ ഓഫ് വേക്കന്റ് സീറ്റ്സ് ഓൺ ദ ഡാഷ്ബോർഡ്. നമ്മളെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ഒരു PDF ആയിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രിഫറൻസ് എങ്ങനെയാണോ ഫില്ല് ചെയ്യണത് ആ രൂപത്തിലായിക്കൊണ്ടോ എങ്ങനെയെങ്കിലും ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര സീറ്റ് ഇന്ന പർട്ടിക്കുലർ കോഴ്സിൽ ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 22-ാം തീയതി അറിയാൻ കഴിയും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിഫറൻസുകളെ വീണ്ടും ഹയർ പ്രിഫറൻസിനെ റീഓർഡർ ചെയ്യാനും അങ്ങനത്തെ അഡീഷനോ അല്ലെങ്കിൽ മുകളിലേക്ക് ഇടാനോ താഴേക്ക് ഇടാനോ ഈ പരിപാടിയൊക്കെ പറ്റും. പക്ഷെ റിമൂവൽ പറ്റൂല കേട്ടോ. റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതോട് കൂടിയിട്ട് ഫസ്റ്റ് ഫേസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും എടുത്ത് ഒഴിവാക്കും. അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ വർഷം അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമോ എന്നറിയില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില ആളുകൾക്ക് ഓൾറെഡി കിട്ടിയ സീറ്റ് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 35 കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എന്ത് കിട്ടും, അപ്ഗ്രേഡേഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നർത്ഥം. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഫേസിൽ നമുക്ക് വേറെ ഏതെങ്കിലും സീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആ കിട്ടിയ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഫ്രീസ് ചെയ്യണം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിരിക്കണം. അവിടെ നമ്മൾ ഒന്നുകിൽ ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, രണ്ടാമത് കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ സബ്സിക്വന്റ് റൗണ്ടുകളിൽ നിന്ന് എന്ത് ചെയ്യും ഔട്ടായി പോയിക്കൊണ്ടേ ഇരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരും ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് കിട്ടിയ സീറ്റ് എനിക്ക് ആവശ്യമില്ലാത്തതാണ്, അത് എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്. എന്ത് കിട്ടിയാലും ഫസ്റ്റ് റൗണ്ടിൽ അത് അക്സെപ്റ്റ്
ചെയ്യുക. വെരിഫിക്കേഷനും മറ്റ് ഫീ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫേസിൽ നിങ്ങൾ അപ്ഗ്രേഡേഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യുക. ഇനി അതല്ല ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാവും. എനിക്ക് ഇനി മാറണ്ട, ഈ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ അത് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതല്ല അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, രണ്ടാമത്തെ റൗണ്ട് ഓഫ് അഡ്മിഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ റൗണ്ടിൽ ഈ നേരത്തെ പറഞ്ഞ അതേ പരിപാടികളായിരിക്കും. എന്ത് ചെയ്യും, വേക്കൻസീറ്റ് വരും, റീ ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അതിൽ നിങ്ങൾക്ക് കിട്ടിയതുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോ അപ്ഗ്രേഡേഷൻ കിട്ടി അല്ലെങ്കിൽ പുതിയൊരു സീറ്റ് കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെരിഫിക്കേഷനും പേയ്മെന്റും കഴിഞ്ഞിട്ട് ബാക്കിക്കാം. അപ്പോൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പം അവർക്ക് രണ്ടാമത് കിട്ടിയ കോഴ്സിന്റെ ഫീ ആദ്യം അടച്ചതിനെക്കാളും കുറച്ച് കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതൽ അതുകൂടി അടച്ചാൽ മതി. ഓക്കെ, ഇനി അതല്ല മറ്റേതിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഫീസ് അടക്കും വേണ്ട, അതെന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് പിന്നീട് റീഫണ്ട് വന്നോളൂ. ഓക്കെ, ഇതാണ് ഇപ്പോൾ 2 അലോട്ട്മെന്റിനുള്ള ഡേറ്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡൽഹി യൂണിവേഴ്സിറ്റി പുറത്തു വിട്ടിട്ടുള്ളൂ. എന്നാൽ 2 അലോട്ട്മെന്റ് മാത്രമാണെന്ന് ആരും വിശ്വസിക്കേണ്ട. ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് യൂണിവേഴ്സിറ്റി മേ അനൗൺസ് മോർ റൗണ്ട്സ് സബ്ജക്ട് ടു ദ അവൈലബിലിറ്റി ഓഫ് വേക്കൻസി. കൂടുതൽ വേക്കൻസീറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ടുള്ള റൗണ്ട് ഓഫ് അലോക്കേഷൻസ് എന്ത് ചെയ്യും, ഇതിനെ തുടർന്നുകൊണ്ട് ഉണ്ടാവും എന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓക്കെ, ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ CSAS പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രിഫറൻസുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആവശ്യമില്ലാത്ത പ്രിഫറൻസുകൾ വെറുതെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ചിലപ്പോൾ 100 എണ്ണം കൊടുക്കുന്നവരുണ്ടാവാം, 50 എണ്ണം കൊടുക്കുന്നവരുണ്ടാവാം, എത്രയോ കൊടുത്തോട്ടെ. ആദ്യത്തെ ഒരു 50 പ്രിഫറൻസിന്റെ ഉള്ളിൽ ഒരിക്കലും കിട്ടിയാൽ പോകൂല നിങ്ങൾക്ക് തോന്നുന്ന പ്രിഫറൻസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആദ്യത്തെ ഒരു 25-30 ഉള്ളിൽ നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, കിട്ടിയാൽ അത് എന്ത് സാഹചര്യം ആയിക്കോട്ടെ, ഇന്ന ഓപ്ഷൻ കിട്ടിയാൽ ഞാൻ പോകും, ഈ ഒരു സീറ്റ് കിട്ടിയാൽ ഞാൻ പോകും എന്ന് തോന്നുന്ന ഏതെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ 30 കൊടുക്കുക. ഓക്കെ, അതിന് ശേഷമുള്ള നിങ്ങൾ ഏതെങ്കിലും ഒക്കെ കൊടുത്തോളി. കാരണം ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും കിട്ടണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ കൊടുത്തോളി. പക്ഷെ ഫസ്റ്റത്തെ ഒരു 30 അല്ലെങ്കിൽ ഒരു 50ന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കിട്ടിയാൽ പോകൂല നിങ്ങൾക്ക് തോന്നുന്ന സീറ്റ് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. മാക്സിമം നല്ല പ്രിഫറൻസുകൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മുകളിൽ കൊടുത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ CSAS phase 2 ബന്ധപ്പെട്ടിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു CUET-ല്. പക്ഷെ ഞാനത് +2 സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്കത്, ഞാൻ +2 ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? മാസ് മീഡിയ ഇലക്ട്രോണിക്സും തമ്മിൽ വലിയൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അത് പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുള്ള ആരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞോളി. സർ, ഞാൻ +2 പഠിച്ച 2 സബ്ജക്റ്റ് CUT-ക്ക് എഴുതിയിട്ടുള്ളൂ, ഇംഗ്ലീഷും എക്കണോമിക്സും. പക്ഷെ അത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് 3 സബ്ജക്റ്റ് അങ്ങനെ എഴുതണം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഏതെങ്കിലും കോഴ്സ് കിട്ടുമോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ? നിങ്ങൾ എഴുതിയ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. സോറി. എക്കണോമിക്സും ഇംഗ്ലീഷും ആണ് ഞാൻ എഴുതിയത്. ഓക്കെ, ജനറൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? ജനറൽ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയാണ്, ചിലപ്പോൾ കുറെ ആൾക്കാർ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, +2 പഠിച്ചിട്ടുള്ള 3 ഡൊമൈനും ഒരു ലാംഗ്വേജും എഴുതാത്തവർക്ക് ഒരു കോഴ്സും കിട്ടൂല എന്ന് എന്തില്ല, ആരും പറയണില്ല. നിങ്ങൾക്ക് സ്റ്റിൽ അവിടെ കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു ഇല്ലുസ്ട്രേറ്റീവ് ചാർട്ട് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്നും കൂടി ആ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മേ ബി അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന BA പ്രോഗ്രാംസ് പോലുള്ള ചില പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഇതാണ് BA പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഈ BA പ്രോഗ്രാംസിന്റെ ക്രൈറ്റീരിയ ആയിട്ട് കോമ്പിനേഷൻ ആയിക്കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് മതി. എനി 1 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B1 അല്ലെങ്കിൽ B2, അത് മതി. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പ്ലസ് ജനറൽ ടെസ്റ്റ്. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BA പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും എന്നർത്ഥം. ഓക്കെ,
ഇപ്പോ BA പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് BA പ്രോഗ്രാം കോഴ്സസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ സബ്ജക്ട് മാപ്പ് ചെയ്തതിന് ശേഷം പ്രിഫറൻസിലേക്ക് പോകുമല്ലോ, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ടാമത്തെ ഫേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന BA പ്രോഗ്രാംസ് കോമ്പിനേഷൻസ് ഏതൊക്കെയാന്നുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവൈലബിൾ പ്രിഫറൻസിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഓക്കെ, സോ ഒന്നും കിട്ടൂല എന്നില്ല, നിങ്ങൾക്ക് കിട്ടും എന്തായാലും, ബട്ട് ഏതൊക്കെയാന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര്? അതിക്ക ചോദിക്കട്ടെ, പറയാം. BA പ്രോഗ്രാമിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അവിടെ എക്കണോമിക്സ് ഇപ്പൊ എന്തായാലും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക് ഓണേഴ്സ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എക്കണോമിക്സ് എടുക്കണമെങ്കിൽ BA പ്രോഗ്രാം വെച്ചിട്ടല്ലേ എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റിന് എങ്ങനെ വാല്യൂ ഉണ്ടാവോ? PGക്ക് പോകുമ്പോ അടങ്ങാറാവോ BA പ്രോഗ്രാം എടുത്താല്? PGക്ക് പോകുമ്പോൾ എടങ്ങാറാകുക എന്നുള്ളൊരു പരിപാടി ഒന്നും ഉണ്ടാവൂല. ഇപ്പോ ഇതില് നടക്കാൻ പോകുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, BA പ്രോഗ്രാംസ് ആവുന്ന സമയത്ത് നമുക്ക് കുറെയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് കുറെയൊക്കെ ഫ്രീഡം ഉണ്ട്, നമുക്ക് വേണ്ട പേപ്പേഴ്സ് ചൂസ് ചെയ്യാനും ഇപ്പോ പറഞ്ഞ ബാക്കിയുള്ള എന്താ പറയാ 4 ഇയർ പ്രോഗ്രാംസിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചൂസ് ചെയ്യേണ്ട ബാക്കി പ്രോഗ്രാംസ്, ബാക്കി പേപ്പേഴ്സ് ചൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ബട്ട് സ്റ്റിൽ 2 ഡൊമൈൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഫിക്സ്ഡ് ആയിട്ട് തരും. അപ്പം എക്കണോമിക്സ് പ്ലസ് സൈക്കോളജി എന്നുള്ളത് അത് രണ്ടും നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം സ്വാതന്ത്ര്യം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീളമുള്ള ഒരു കയർമ കെട്ടിയിട്ട പോലെയാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് എന്താ പറയാ, ഒരു സെക്കൻഡ് റാങ്ക് ഉള്ള ഡിഗ്രി ആണെന്നോ അല്ലെങ്കിൽ ഹോണേഴ്സിനെ പോലെ വിലയില്ലാന്നോ PGക്ക് പോകുന്ന സമയത്ത് കുടുങ്ങുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. BA പ്രോഗ്രാം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ PGക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭാവി കാണുന്ന പെർട്ടിക്കുലർ ഡൊമൈൻസ് ആണ്, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ആണ് നമ്മൾ പ്രോഗ്രാമിൽ ചൂസ് ചെയ്ത ബാക്കി മേജറും മൈനറും ബാക്കി എന്താ പറയാ സബ്ജക്ട്സ് ഡൊമൈൻസ് എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതുള്ളൂ. അത് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വരാൻ പോകുന്നില്ല. പിന്നെ ഓണേഴ്സ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ബയോസയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മളോടൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എങ്ങോട്ടും തിരിയാം എന്നുള്ളത്. അത്ര തന്നെ ഉള്ളൂ ഓണേഴ്സ് എടുക്കുമ്പോഴും. നിങ്ങൾ ഓണേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അത്ര കണ്ട് ചൂസ് ചെയ്യാവാൻ നിങ്ങൾക്ക് BA പ്രോഗ്രാമിൽ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഓൾറെഡി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനത്തിലേക്കായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, കയറാൻ പോകുന്നത്. അപ്പൊ അതിക്ക ഒരു ഫോളോ അപ്പ് ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ ഇപ്പൊ ഞാന് പൊളിറ്റിക്സ് ഓണേഴ്സിന് ജോയിൻ ചെയ്തേന്ന് വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോ FYUGP പ്രകാരം എനിക്കൊരു മൈനർ എടുക്കാലോ. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ എക്കണോമിക്സ് മൈനർ ആക്കി എടുത്ത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ എനിക്ക് അത് മേജർ മൈനർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ പറ്റുമോ? പക്ഷെ എന്നാലും എന്റെ മാത്സ് ഞാൻ +2 മാത്സ് ഇല്ല, ക്ലിയറും ചെയ്തിട്ടില്ല പേപ്പർ. ഈ പറഞ്ഞ മേജർ മൈനർ ഷിഫ്റ്റിംഗ് എന്തിലും നടക്കൂല, നിങ്ങൾക്ക് BA പ്രോഗ്രാമിൽ നടക്കൂല. അങ്ങനല്ല, BA ഓണേഴ്സ് ഇപ്പൊ വേറെ ഏതെങ്കിലും ഓണേഴ്സ് എടുത്താൽ ഇപ്പൊ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അങ്ങനെ വേറെ ഓണേഴ്സ് എടുത്തിട്ട് എക്കണോമിക്സ് മൈനർ എടുത്തിട്ടില്ല ഷിഫ്റ്റാ പറയുന്നത്. എക്കണോമിക്സ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ഡൊമൈൻസ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA പ്രോഗ്രാമിന്റെ ഭാഗമായി പഠിക്കണമെങ്കിൽ കൂടി നിങ്ങൾ +2 മാത്സ് പഠിച്ചിരിക്കണം. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണം. അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? സർ, BA പ്രോഗ്രാം എക്കണോമിക്സ് എടുക്കുമ്പോൾ മാത്സിന്റെ ആവശ്യമില്ലല്ലോ. വേണമെന്നാണ് വെബിനാർ എന്ന് മനസ്സിലായത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ചാനലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു CSAT phase 2 ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വെബിനാർ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് കയറി നോക്കി. അവർ പറയുന്നത് പ്രകാരം എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര്, നിങ്ങൾ എങ്ങനെയെങ്കിലും മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോർട്ടലിൽ നമ്മൾ കയറുന്ന സമയത്ത് അവൈലബിൾ പ്രിഫറൻസിൽ എന്ത് കാണുന്നുണ്ട്, എക്കണോമിക്സ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. സോ ആ മേജർ മൈനർ ഷിഫ്റ്റിംഗ് നടക്കണമെങ്കിലും നിങ്ങൾ ചിലപ്പം എന്താ പറയാ
+2 മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി അതായിരിക്കും ഒരു വെബിനാറിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് ഇങ്ങനെയാണ് പുറത്തേക്ക് വന്നത്. BA പ്രോഗ്രാമിന് പഠിക്കണമെങ്കിൽ കൂടി, മേജറായിട്ട് പഠിക്കണമെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, +2 മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അഡ്മിഷൻ ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു വെബിനാറിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഓക്കെ ഓക്കെ സർ. നിസാം പറഞ്ഞോളൂ. ഹായ് ഹാദിക്ക, ഞാൻ എനക്ക് CUT മാർക്ക് കുറവാണ്. അപ്പൊ എന്റെ ചങ്ങായി പറഞ്ഞ ഈ സൗത്തിലും നോർത്തിലൊന്നും കൊടുത്താൽ കിട്ടാൻ ചാൻസ് ഇല്ല, വേറെന്തോ പറഞ്ഞു ഓഫ് ക്യാമ്പസാ, അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാവുക? ഓക്കെ ഫൈൻ. ഈ പറഞ്ഞ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഇത് ഇവിടെ ഉള്ള ഒരു എന്താ പറയാ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. അഥവാ ഡൽഹിയിലത്തെ പേര് കേട്ട കോളേജുകളൊക്കെ ഉള്ളത് നോർത്ത് ക്യാമ്പസിലാണ് എന്നുള്ളതും, സൗത്തിലുള്ള കോളേജസ് അല്ലെങ്കിൽ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ പറയാ റാങ്കിങ്ങിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന, അത്ര കണ്ട് ക്വാളിറ്റി ഇല്ലാത്തതൊക്കെയാണ് എന്നുള്ള ഒരു പ്രിജുഡിസ് അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോടൈപ്പ് ഇങ്ങനെ മൊത്തത്തിൽ കടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നോർത്തിലുള്ള ക്യാമ്പസുകൾ നല്ലതാണ്, അതിലുള്ള കോളേജസ് റാങ്കിങ്ങിലൊക്കെ മുൻപിൽ വരുന്ന കോളേജസ് ആണ്. എന്ന് വെച്ച് സൗത്തിലുള്ളതോ ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള, ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. നമ്മുടെ നാട്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള കോളേജസ് നിങ്ങൾക്ക് അറിയാം അല്ലെ, പല ജില്ലകളിലായിക്കൊണ്ട് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നതാണ് അല്ലെ. അപ്പം അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡൽഹിന്റെ പല സൈഡുകളിലായിക്കൊണ്ട് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഒരു കോളേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് സൈഡിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ നോർത്ത് ക്യാമ്പസിലുള്ള കോളേജസ് എന്ന് പറയുന്നത് പൊതുവെ റാങ്കിങ്ങിൽ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഫ്രണ്ട് അങ്ങനെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. എന്ന് വെച്ചിട്ട് ഓഫ് ക്യാമ്പസിലുള്ളത് അത്ര മോശം കോളേജസ് ഒന്നല്ല. ബട്ട് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ മാർക്ക് കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഓഫ് ക്യാമ്പസിൽ കയറി കൂടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് സ്പോർട്ട് റൗണ്ട് ഒക്കെ വരുന്ന സമയത്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഓഫ് ക്യാമ്പസിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ് ക്യാമ്പസുകൾ കൊടുക്കാം. എന്ന് വെച്ചിട്ട് ആദ്യം കൊണ്ടിട്ട് ഓഫ് ക്യാമ്പസ് എന്ത് ചെയ്യരുത്, ദയവേത് കൊടുക്കരുത്. നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കരുത്, എനിക്ക് ഇത്ര മാർക്കുള്ളൂ, എനിക്ക് ഈ കോളേജേ കിട്ടുള്ളൂ, ഇത്ര നല്ല കോളേജ് അല്ലെങ്കിൽ ഈ റാങ്കിങ്ങിലുള്ള ഇന്ന പർട്ടിക്കുലർ കോഴ്സ് എനിക്ക് കിട്ടൂല എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ആദ്യം വിചാരിക്കരുത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുക. പൊളിറ്റിക്കൽ സയൻസ് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, LSR കൊടുക്കുക, മിറാണ്ട കൊടുക്കുക, ഹിന്ദു കൊടുക്കുക, കിരോരിമള കൊടുക്കുക, അൻസ്രാജ് കൊടുക്കുക, വെങ്കി കൊടുക്കുക, ഇങ്ങനെ ആ ഓർഡറിൽ തന്നെ പോവുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റിലേക്ക് എന്ത് ചെയ്തോളി, നിങ്ങൾ ഈ പറഞ്ഞ ഓഫ് ക്യാമ്പസും കൊടുത്തോളി. അപ്പം നിങ്ങൾക്ക് അവിടെയാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മാർക്ക് പ്രകാരം നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടോളൂ നിങ്ങൾ ആ ലൊക്കേഷൻ സിസ്റ്റം. ഓക്കെ, എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ഫസ്റ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഇൻ കേസ് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് നമുക്ക് നല്ല ക്യാമ്പസ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലോ, ആരും അവിടെ കൊടുത്തിട്ടില്ലെങ്കിലോ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിക്കാലോ. അപ്പൊ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ലാസ്റ്റിലേക്ക് കൊടുക്കേണ്ട ഈ പറഞ്ഞ അത്ര കണ്ട റാങ്കിങ് ഇല്ലാത്ത, അത്ര നല്ല ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് തോന്നുന്ന സംഭവങ്ങളൊന്നും ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കരുത്. അതൊക്കെ ലാസ്റ്റിലേക്ക് തന്നെ കൊടുക്കുക. നല്ല കോളേജസിന് ആദ്യം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തു വരിക. നിസാം കേട്ടത് ശരിയാണ്, ഓഫ് ക്യാമ്പസിലുള്ള പല സംഭവങ്ങളും എന്ത് ചെയ്യും, സ്കോർ കുറഞ്ഞ ആളുകൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ആദിക, ഈ ഡൽഹിത്തെ കോളേജസിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ലിസ്റ്റ് കിട്ടുമോ, നല്ല കോളേജസ് ഏതാ, റാങ്കിങ്ങിലെ കോളേജസ് ഏതാന്നുള്ളത്? ഓക്കെ ഫൈൻ. ഗൈഡന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ മേജർ ആയിട്ടുള്ള കോഴ്സുകളുടെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റാങ്കിങ് മനസ്സിലാക്കാം. മെയിൻ ആയിക്കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കുറച്ചൊരു നല്ല കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ടോപ്പ് 3 എന്ന് പറയുന്നത്, ഒന്ന് ലേഡി ശ്രീറാം കോളേജ് ആണ്, അത് വിമൻസ് ഓൺലി കോളേജ് ആണ്. പിന്നെ ഗ്രാൻഡ് ഹൗസ് ആണ്, അതും റാങ്കിങ്ങിൽ മുന്നിൽ വരുന്ന ഒരു കോളേജ് ആണ്, അതും വിമൻസ് ഓൺലി ആണ്. പിന്നെ ഒന്ന് ഹിന്ദു കോളേജ് ആണ്, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള കോ എഡ്യൂക്കേഷൻ നിലനിൽക്കുന്ന ഏറ്റവും നല്ല കോളേജ് എന്ന് പറയുന്നത്. ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ബെസ്റ്റ് കോളേജ് ആയിക്കൊണ്ട് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്ന 3 കോളേജ് എന്ന് പറയുന്നത്. പിന്നെ കൊമേഴ്സ് പോലുള്ള സംഭവങ്ങളിലേക്ക് വരുന്ന സമയത്ത് SRCC, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് പോലുള്ളത്, അതേപോലെ തന്നെ ഹൻസ്രാജ് പോലുള്ള, രാംജാസ് പോലുള്ള കോളേജുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പരിഗണിക്കാൻ പറ്റും.
പിന്നെ സോഷ്യോളജി പോലുള്ള സംഭവങ്ങളിലേക്ക് വരുമ്പോൾ ശ്രീ വെങ്കടേശ്വര കോളേജ് പോലുള്ളത്, ഇങ്ങനെ ഓരോന്നിനും ഓരോ സംഭവങ്ങളാണ്. സോ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, സോറി, ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ഹിസ്റ്ററിന്റെ ഒക്കെ എന്ത് ചെയ്യും അവിടെ അപ്ഡേറ്റ് ആയി വരും. പ്രിഫറൻസ് ലിസ്റ്റ് കോഴ്സ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ കഴിയും. പിന്നെ ഇത് വെരി പേഴ്സണൽ ആണ്. ഇപ്പോൾ ഹിസ്റ്ററിന്റെ പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കിയത് ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണോ ബെസ്റ്റ് ആയി തോന്നിയത്, എനിക്ക് തോന്നിയതാവും ഞാൻ അവിടെ ഇടാൻ പോകുന്നത്. അതാവൂല നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഒരു കോ എഡ്യൂക്കേഷൻ സംഭവത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. ചില ആൾക്കാർക്ക് അത് വേണ്ട, എനിക്ക് വിമൻസ് ഓൺലിയിൽ നിൽക്കണമാണ് ഒന്നുകൂടി കംഫർട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രിഫർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ചുകൊണ്ട് പ്രിഫറൻസ് ലിസ്റ്റ് എങ്ങോട്ട് വേണേലും മാറി മറിയാം. അപ്പോൾ സോൾ ആയിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് കാണുന്നത് മാത്രം അവലംബിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രിഫറൻസ് ഇടരുത്. ജസ്റ്റ് ഒക്കെ ഒന്ന് വിളിച്ചിട്ട് അവിടെയുള്ള ആരെങ്കിലും ഒക്കെ നമ്പർ കിട്ടുമെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, അതിനുശേഷം മാത്രം പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗൈഡന്റെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അലുമിനീസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്രൂപ്പിൽ എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗൈഡായ കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ അല്ലാത്ത ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും, കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഒരു ഡൗട്ട് കൂടെ. പറയും. ഇവിടെ ഈ ഫ്ലൂലൊക്കെ ഞാൻ BA ഹോണേഴ്സ് ഇംഗ്ലീഷ് നോക്കിയ അപ്പൊ റിസർച്ച് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ലേ, ഹോണേഴ്സ് മാത്രം, ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഇല്ല? ഓണേഴ്സ് വിത്ത് റിസർച്ച് തന്നെയാണല്ലോ, 4 ഇയർ പ്രോഗ്രാംസ് ആണല്ലോ. ഓക്കെ. സിലബസുകൾ എന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിന് ഇപ്പോൾ ഡൽഹിയിലും അല്ലെങ്കിൽ ഈ ഒരു നോർത്ത് റീജിയനിലുള്ള പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റീസ് ഉള്ള ആൾക്ക് അലിഗറിനെയും ഡൽഹിനെയും ജാമ്യനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിനെ എടുത്ത് നോക്കുന്ന സമയത്ത് 4 ഇയർ പ്രോഗ്രാംസ് കുറച്ച് മുൻപ് തന്നെ ഡൽഹിയുടെ കൂടെ തന്നെ DUവിന്റെ കൂടെ തന്നെ 4 ഇയർ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ് AMU എന്ന് പറയുന്നത്. AMUവിനെ DUവിനെ വെച്ച് നോക്കുന്ന സമയത്ത് AMU ഒന്നുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിക്കൊണ്ട് അവരുടെ സിലബസിനെ ഡിസൈൻ ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. അതാണ് യഥാർത്ഥത്തിൽ NEP വഴി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി എന്ത് ചെയ്യണം, 4ാം വർഷത്തിൽ കുട്ടികൾ കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിക്കൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ ഡിസിപ്ലിൻ പഠിക്കണം, കുറച്ച് റിസർച്ച് മെത്തഡോളജീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതുവഴി 4 ഇയർ കഴിയുന്നതോടുകൂടി 4th ഇയറിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നതോടുകൂടി നേരിട്ട് PhD പൊസിഷനുകളിലേക്ക് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് വരണം എന്നുള്ളതായിരുന്നു NEP കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ പ്രോഗ്രാംസിനെ വെച്ച് നോക്കുമ്പോൾ അലീഗറാണ് ഒന്നും കൂടി എന്ത് ചെയ്യുന്നത്, ഈ റിസർച്ച് കാര്യങ്ങളിൽ ഒന്നും കൂടി എന്ത് ചെയ്യുന്നത്, റിസർച്ച് ഓറിയന്റഡ് ആയിക്കൊണ്ട് സിലബസുകളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഇഫ്ലുവിനെ വെച്ച് നോക്കിയപ്പോഴും കണ്ടത്. കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതെന്തായിരിക്കൂല, ഡൽഹി യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഇഫ്ലുവിന്റെ അത്ര റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നൂല എന്നുള്ളതുള്ളൂ. ബട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് അവാർഡ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി എന്ന് പറയുന്നത് BA ഓണേഴ്സ് റിസർച്ച് തന്നെ ആയിരിക്കും 4 ഇയറിന് ശേഷം, ഇഫ് യു ആർ പെർസ്യൂയിങ് 4th ഇയർ ആസ് വെൽ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞോളി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BBA കോഴ്സ് ഉണ്ടോ? BBA ഉണ്ടല്ലോ. സബ്ജക്ട് അത് കണ്ടില്ല. എനിക്ക് BCom BA ഓൺട്രപ്രണർഷിപ്പ് എന്നല്ല വരുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BBA ഉണ്ട്, BBA FI ആണുള്ളത്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് BBA FI എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലൈസേഷനിൽ എന്തുണ്ട്, BBA ഉണ്ട്. ഓക്കെ, ഹാദിക, പിന്നെ നിങ്ങൾ നേരത്തെ ഒരു PDF കാണിച്ചിട്ടില്ലേ, ഡേറ്റ്സ് എല്ലാം ഉള്ളത്, എപ്പാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് എന്നിട്ട്, അതൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ? ഓ ഷുവർ, ശരിയാ. BCom DU ഓർ AMU ബെസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. DUവിലെ SRCC ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു BCom പഠിക്കാൻ പറ്റുന്ന. കൊമേഴ്സ്, എക്കണോമിക്സ്, മാത്സ്, ഈ കൊമേഴ്സ് എന്ന് പറയാം, കൊമേഴ്സിൽ പെട്ടിട്ടുള്ള എക്കണോമിക്സ്, അതേപോലെ തന്നെ BCom പോലുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാൻ ഒന്നൊരു ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് ആയിട്ട് അസ്യൂം ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ SRCC ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള. എന്നാൽ എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റും ഒക്കെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ഇതുപോലെ തന്നെ ഉള്ള എന്താ പറയാ
നല്ല ക്വാളിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്. അലിഗറിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റാറ്റി എന്നൊക്കെ പറയുന്നത് ഏഷ്യയിലെ തന്നെ റാങ്കിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. വേറെ ഡൗട്ട്സ്? ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളിൽ വിളിക്കാനോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മടിക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി എന്തുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളും അതേപോലെ തന്നെയുള്ള ഓരോ കോളേജസിന്റെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ എന്തുണ്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വിളിച്ചു ചോദിക്കാൻ നമ്മൾ മലയാളീസിന് ഒന്നുകിൽ ഇംഗ്ലീഷ് പറയാനുള്ള മടി, അല്ലെങ്കിൽ ഹിന്ദി അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള മടി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ പുറകോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസ് വെക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായി വരുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാംസ് വെച്ചിട്ടും അതിലും ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്, മടി കാണിക്കരുത്. നമ്മുടെ PG ആണ്, ഒക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകുക. കാരണം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 4 ഇയർ ആവുന്നു, 4 ഇയറിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പുതിയ എന്താ പറയാ അഡ്വാൻറ്റേജസ് ആണ് എന്ന് പറയപ്പെടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരപ്പെടുന്നു. നമ്മളൊന്നും മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പരിചയമല്ലാതെ നിങ്ങളുടെ താത്തമാരോടോ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും പറഞ്ഞു തരാൻ കഴിയാത്ത രൂപത്തിലുള്ള മാറ്റങ്ങളാണ് പ്രോഗ്രാമിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഓഫീസിന്റെ കാര്യത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ മുന്നിൽ കണ്ടിട്ട് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കോഴ്സിലേക്ക് എടുത്ത് ചാടുക. ഒന്നും അറിയാതെ കണ്ണും കൂട്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, ഒരു വർഷം പഠിച്ചിട്ടായിരിക്കും മനസ്സിലാവുക അയ്യോടാ ഇത് നടക്കൂലെന്ന്. അങ്ങനെ വർഷങ്ങൾ മിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അപ്പൊ മാക്സിമം ചോദിച്ചറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കണക്ഷൻസിന് വേണ്ടി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. നമ്പേഴ്സും സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് കിട്ടും. അപ്പം എല്ലാവരും പറഞ്ഞുതരും. ഹെൽപ്പ് ഡെസ്കുകളിൽ വിളിച്ചാൽ എവിടെ വിളിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. ആരും പോയി കുടുങ്ങരുത് എന്നുള്ളൊരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ് അത്ര എന്താ പറയാ ഡൈനാമിക് ആയിക്കൊണ്ട് ഈ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഹലോ ഹാദിക്ക, പറയണം. പിന്നെ ജസ്റ്റ് ഒന്ന് ഫീന്റെ ഒന്ന് പറഞ്ഞു തരുമോ? ഞാനിപ്പോ മറ്റേ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഇല്ലേ, അവിടെയൊക്കെ ഒരു സെമ്മില് എത്രയാ 70,000 അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഏവറേജ് എത്രയാ വരുക? സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഹയർ ഫീ ആണ്. കുറച്ച് ഹയർ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു കോഴ്സിന്റെ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതന്നെ കോളേജ് ടു കോളേജ് മാറും കേട്ടോ. അപ്പം ഞാൻ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലായിരുന്നു ഞാൻ എൻ്റെ UG ചെയ്തത്. അവിടെ സോഷ്യോളജി ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ബിയോണ സോഷ്യോളജി ആയിരുന്നു. എനിക്ക് അവിടെ വന്നത് ഏകദേശം 7,400 7,600 ആയിരുന്നു ഞങ്ങളുടെ ആനുവൽ ഒരു വർഷത്തിനുള്ള ഫീ എന്ന് പറയുന്നത്. അതേസമയം ഞാൻ ജാമ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദു കോളേജിൽ സോഷ്യോളജിക്ക് പഠിച്ചിരുന്നു. ഞാൻ അവിടെ അഡ്മിറ്റഡ് ആയതിനു ശേഷമാണ് ഞാൻ ജാമ്യയിലേക്ക് വരുന്നത്. ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഹിന്ദു കോളേജിൽ എനിക്ക് സോഷ്യോളജിക്ക് ആയിരുന്നത് ഏകദേശം 20,000 രൂപയായിരുന്നു എനിക്ക് അവിടെ ഫീ ആയത്. 18,000 സംതിങ് ഏകദേശം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തുണ്ടാകും, നിങ്ങൾ ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഫീ നിങ്ങൾക്ക് കൂടുതലുണ്ടാവും. കുറച്ചൊന്നല്ല, ചിലപ്പോൾ ഒരു ഡബിളോ ട്രിപ്പിളോ ഒക്കെ എന്ത് ചെയ്യാനുണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. അത് കോഴ്സിനനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ആരോ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് GT എഴുതിയാൽ ഇംഗ്ലീഷ് കിട്ടുമോ DU എന്നുള്ളത്. ഈ ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് GT ഇല്ല, നിങ്ങൾ ഒരു ഡൊമൈനും കൂടി നിങ്ങൾ +2 പഠിച്ചത് എഴുതണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് BA ഓണേഴ്സ് ഇംഗ്ലീഷ് കിട്ടുമായിരുന്നു. ഒരു ഡൊമൈനും കൂടി നിങ്ങൾ എഴുതുക. കെമിസ്ട്രിക്ക് പുറമെ ബയോളജി ആണെങ്കിൽ അത്, മാത്സ് ആണെങ്കിൽ അത്, പ്ലസ് ഇംഗ്ലീഷ്, അങ്ങനെ 4 ഡൊമൈൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, DU കിട്ടും. ഇല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സ്റ്റിൽ പ്രോഗ്രാംസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. ഓക്കെ, സ്റ്റിൽ ഹോസ്റ്റലിന്റെ ഒക്കെ എങ്ങനെയാ അവിടെ യൂണിവേഴ്സിറ്റിയിലെ? ഇനഫ് ഹോസ്റ്റൽസ് ഉണ്ടോ അവിടെ ഇല്ല, പഠിക്കുന്ന വളരെ കുട്ടികളൊക്കെ? ഓ, വളരെ കുറവ് പറഞ്ഞു കഴിഞ്ഞാല് അതന്നെ. ഇപ്പൊ LSR ഒക്കെ പോലുള്ള ടോപ്പ് റാങ്കിങ് കോളേജസിലേക്ക് വന്നാൽ പോലും എല്ലാവർക്കും ഒന്നും ഹോസ്റ്റൽ കിട്ടൂല. വളരെ കുറച്ച് ആളുകൾക്ക് ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ പല ക്രൈറ്റീരിയകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് ഹോസ്റ്റൽ കിട്ടുള്ളൂ. ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇല്ല എന്നല്ല, ഉണ്ട്, ബട്ട് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
വളരെ കുറച്ച് ആൾക്കാർക്കേ ലഭിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ സാധാരണ കുട്ടികൾ എന്താ ചെയ്യല്? പുറത്ത് റൂം എടുത്ത് നിൽക്കലാണ്. ഓക്കെ. ഇവിടെ ഡൽഹിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ഡൽഹിയിലത്തെ ബാക്കി ക്യാമ്പസുകളെ വെച്ച് നോക്കുമ്പോൾ JNU, ജാമിയ മില്ലിയ ഇസ്ലാമിയ, അംബേദ്കർ യൂണിവേഴ്സിറ്റിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് DUവിന്റെ പരിസരങ്ങളിലുള്ള ഹോസ്റ്റൽസ്, റൂംസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അക്കാഡമിക്സിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ അലുമിനീസ് അവരുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മനു ബാക്കറിന് ഇത് കിട്ടിയില്ലേ, ബ്രോൺസ് കിട്ടിയില്ലേ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ. മനു ബാക്കറൊക്കെ DU അലുമിനി ആണ്. അങ്ങനെ ഒരുപാട് ആളുകൾ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ കൺക്ലൂഡ് ചെയ്യാല്ലേ മിൻഹ? ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ? ഓക്കെ, സോ നമുക്ക് പതുക്കെ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. മീറ്റ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം. DUമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു FAQ സീരീസ് പോസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡയുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം. മാക്സിമം നിങ്ങളുടെ ഡൗട്ടുകൾ ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പൊട്ടത്തരാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്യൂം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യരുത്, ചോദിക്കാതിരിക്കരുത്. എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കുക. കാരണം കുറെ ആളുകൾ ഇതേ സെയിം സംശയമായിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ അവരും കൂടി ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ എന്ത് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാമിറ്റീസിനെ പറ്റിയിട്ടും ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചില ആളുകളൊക്കെ അതിന്റെ വിക്ടിംസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ.